നമസ്കാരം. കേൾക്കുമ്പോൾ ഒരല്പം കൗതുകമൊക്കെ തോന്നുന്ന ഒരു ചോദ്യമാണ് ഒരു മാന്യദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞ് പെട്ടെന്നൊരു 2-3 തുള്ളി, അതായത് മലം പോകുന്നതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിന് 2-3 തുള്ളി സ്പേം പോകുകയാണ്. പക്ഷേ ഇത് കുറേ നാളായി ഇദ്ദേഹത്തിന് ഇത് അനുഭവപ്പെടുന്നുണ്ട്. ഇത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി, ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ടെൻഷൻ അവിടെ വെച്ച് തീരുകയല്ല. അദ്ദേഹത്തിന് മൊത്തം ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ ടെൻഷൻ നിലനിൽക്കുന്നുമുണ്ട്. ഒരു ഡോക്ടറെ പോയി കാണാൻ മടിയാണ്, ചമ്മലാണ്. അവരെന്ത് കരുതും? ഇത്തരത്തിൽ അത് ചോദിച്ചിരിക്കുന്നത് ഇച്ചിരി കൗതുകമാണെന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഇതിനിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ പറയുമ്പോൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് അത് റിപ്പീറ്റ് ചെയ്യാൻ പറയുമോ? ഇങ്ങനെ ടോയ്ലറ്റിൽ പോയി ഇരിക്കേണ്ടി വരുമോ? ഇത്തരത്തിൽ ഒരു ബാലിശമെന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് വലിയൊരു ടെൻഷനാണ്, ഒരു ജീവിത പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ട് അദ്ദേഹം ഒരു മെസ്സേജ് ഇതിലുമായി ബന്ധപ്പെട്ട് ഇടുന്നത്. ദയവ് ചെയ്ത് അത് സമ്മപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്: ദയവ് ചെയ്ത് എൻ്റെ ഈ ഒരു വിഷയത്തിനുള്ള മറുപടി ഡോക്ടറോട് ചോദിച്ച് പറഞ്ഞു തരണം. എനിക്ക് ഒരു ഡോക്ടറെ പോയി കാണാനുള്ള ഒരു മടിയാണ്, ചമ്മലാണ്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം കേൾക്കുമ്പോൾ നിസ്സാരമായിട്ടും തമാശയായിട്ടുമൊക്കെ തോന്നാം. പലരും ചിരിച്ച് തള്ളിയേക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതനുഭവിക്കുന്ന ആളിന് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ധാരാളം പേഷ്യൻസ് എത്താറുണ്ട്. ഇനി മറ്റ് പല പേഷ്യൻസും ഇതൊരു പരാതിയായിട്ട് പറയാറുമുണ്ട്. കക്കൂസിൽ പോയിരിക്കുമ്പോൾ 2-3 തുള്ളി ശുക്ലം പുറത്തേക്ക് വരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും, ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ടോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മെഡിക്കൽ പ്രോബ്ലമാണ്. അതിനെ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ചികിത്സ കൊടുക്കേണ്ടതാണ്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കേണ്ടതാണ്. യൂറോളജിസ്റ്റാണ് സാധാരണ പരിശോധിച്ച് നോക്കുന്നത്. പിന്നെ മലദ്വാരത്തിൽ കൂടെ പ്രോസ്റ്റേറ്റിനെ എക്സാമിൻ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഡോക്ടർക്ക് തന്നെ മനസ്സിലാവും അവിടെ ടെൻഡർനെസ് ഉണ്ടോ, ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടോ, അതിന് മരുന്ന് ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു യൂറോളജിസ്റ്റ് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ പരിശോധനയിൽ യാതൊരു പ്രശ്നങ്ങളും കാണില്ല, ആൾ ഹെൽത്തി ആയിരിക്കാം. പക്ഷേ അവർക്കും ഇത് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വ്യക്തികളൊക്കെ തന്നെ ഒന്നുകിൽ മലബന്ധമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് മലം പോയി കഴിഞ്ഞാൽ ഒരു തൃപ്തി വരില്ല. തൃപ്തി വരാതെ വരുമ്പോൾ ഈ കക്കൂസിൽ പോയിരുന്നിട്ട് ഈ ശ്വാസം പിടിച്ചൊരു മുക്കുണ്ട്. ഈ മുക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, മലദ്വാരത്തെ മാത്രമല്ല കൺട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ കൂടെ ഞെക്കി പീച്ചുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തക്കാളി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഞെക്കി പീച്ചി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ ഒരു നാരങ്ങ എടുത്തിട്ട് മുറിച്ചിട്ട് കയ്യിൽ ഞെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് വരും, സെക്രീഷൻ. ഇതേപോലെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ഇൻഡയറക്റ്റായിട്ട് ഞെക്കിക്കഴിയുമ്പോൾ ആ പ്രോസ്റ്റേറ്റിൽ നിന്നുള്ള പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡാണ് ഇത് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്പേമല്ല, സെമൻ, അതായത് ശുക്ലത്തിൻ്റെ ഒരു കണ്ടൻ്റാണ്, ഒരു ഭാഗമാണ്. ശുക്ലത്തിൽ ആകെ പുറത്തേക്ക് വരുന്ന ശുക്ലത്തിൻ്റെ ഏതാണ്ടൊരു 40% അല്ലെങ്കിൽ 45% ഈ പ്രോസ്റ്റേറ്റ് സെക്രീഷനാണ്. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റിനെ ഞെക്കിപ്പീച്ചുമ്പോൾ വരുന്ന ഒരു ദ്രാവകമാണത്. അപ്പോൾ ആ കക്കൂസിൽ പോയിരുന്ന് മുക്കാതിരുന്നാൽ തന്നെ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം കുറയും. പിന്നെ മുക്കി ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വരും. നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ അത് ശീഘ്രസ്ഖലനത്തിനും കാരണമാകാം. അതുകൊണ്ട് അനാവശ്യമായിട്ട് കക്കൂസിലിരുന്ന് മുക്കുന്ന ആൾക്കാർ ആ മുക്കൽ ഒഴിവാക്കുക. ഇനി എന്തെങ്കിലും മലവിസർജനത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സർജനെയാണ് കാണേണ്ടത്. ഇനിയും നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതിലൂടെ തന്നെ ഇത്തരം ഒത്തിരി പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും. ഒന്ന്, ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതായത് നാരടങ്ങിയ, ഫൈബർ കൂടുതലടങ്ങിയ
ഭക്ഷണങ്ങൾ കഴിക്കുക, രാത്രി പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വെള്ളം കൂടുതൽ കുടിക്കുക. ഇതൊക്കെ ചെയ്ത് പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. അതായത് ബലം പിടിക്കേണ്ടി വരില്ല. പ്രത്യേകിച്ച് പൊറോട്ട, ചപ്പാത്തി പോലുള്ള ചില വസ്തുക്കളെ കഴിക്കുമ്പോൾ, ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതിൽ ഫൈബർ കുറവാണ്. ഫൈബർ കുറവാകുമ്പോൾ മലബന്ധം അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അതിന് അവരുടെ ജീവിത ശൈലിയിലുള്ള മാറ്റമാണ് വേണ്ടത്. ഒന്ന് എക്സർസൈസ് ഉണ്ടാവുക, പിന്നെ ഫുഡിൽ ഈ പറഞ്ഞ പോലെ നാരടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഇലക്കറികൾ ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് മാറും. പിന്നെ മുക്കുന്നത് ഒഴിവാക്കുക. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.